നിങ്ങൾക്കറിയാമോ, നെന്മാറയിലെ പവിത്രമായ നെല്ലിക്കുളങ്ങര ഭഗവതി ഒരു സാധാരണ കുടയിലൂടെയാണ് ഭൂമിയിലേക്ക് എഴുന്നള്ളിയത്. ഈ അത്ഭുതകരമായ കഥ കേൾക്കുക. പണ്ടുകാലത്ത് നെന്മാറയെ ദുഷ്ടശക്തികൾ വേട്ടയാടുകയായിരുന്നു. സന്ധ്യയാകുമ്പോൾ കരിനിഴകൾ പാടങ്ങളിലേക്കിറങ്ങും. കർഷകർക്ക് വയലിൽ ജോലി ചെയ്യാനാകാതെ വന്നു. വിളകൾ നശിപ്പിക്കപ്പെട്ടു. സ്വർഗത്തിൽ നിന്ന് ഇതെല്ലാം കണ്ട ഭഗവതി നാടിനെ രക്ഷിക്കാൻ തീരുമാനിച്ചു. ഭക്തനായ കൊടകര നായരെ തിരഞ്ഞെടുത്തു. വനത്തിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങുന്ന വഴി ഒരു വൃക്ഷത്തിനടിയിൽ വിശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കുടയിലേക്ക് ഭഗവതി തന്റെ ദിവ്യശക്തി പകർന്നു. കുട സംരക്ഷണത്തിന്റെയും ദൈവിക ആശ്രയത്തിന്റെയും പ്രതീകമായതിനാലാണ് അമ്മ അതിനെ തിരഞ്ഞെടുത്തത്. ക്ഷേത്രത്തിലെത്തിയപ്പോൾ കുട സ്ഥാപിച്ച സ്ഥലത്തുനിന്ന് മാറ്റാനാകാതെ വന്നു. ആ സ്ഥലം ശ്രീമൂലസ്ഥാനം ആയി മാറി. പിന്നീട് ഭഗവതി നെല്ലിക്കുളങ്ങരയിലേക്ക് മാറാൻ ആജ്ഞാപിച്ചു. അങ്ങനെ ഇന്നത്തെ നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രം ഉണ്ടായി. ഇന്നും നടക്കുന്ന കുടമാറ്റമെന്ന ചടങ്ങ് ആ പ്രഥമ അവതാരത്തിന്റെ ഓർമ്മയിൽ ആണ്. നെന്മാറ വല്ലങ്ങി വേല മഹോത്സവം തൃശൂർ പൂരത്തിന് പിന്നാലെ കേരളത്തിലെ രണ്ടാമത്തെ വലിയ ആഘോഷമായി മാറിയിരിക്കുന്നു. നെന്മാറ വല്ലങ്ങി വേല മഹോത്സവത്തിന്റെ അനുപമമായ ഭവ്യതയിലൂടെയും ഭഗവതിയുടെ അനന്തമായ കാരുണ്യത്തിലൂടെയും നമ്മുടെ ജീവിതങ്ങൾ എന്നെന്നും പ്രകാശപൂരിതമാകട്ടെ.